ഇന്നത്തെ വീഡിയോയിൽ ഹോട്ടലിൽ റൂം എടുത്തതാണ് കാണിക്കുന്നത്. നമ്മൾ വൈറ്റ് ടൗണിൽ തന്നെയുള്ള വീരാസ് റെസിഡൻസിയിൽ നിന്നാണ് റൂം എടുത്തത്. ഇത് എസ് റൂമാണ് എടുത്തത്. 3 ദിവസത്തേക്ക്, അത് 2 നൈറ്റും 1 പകലുമാണ് എടുത്തത്. അതിന് നമുക്ക് ഏകദേശം ഒരു 5300 റേഞ്ചിൽ എമൗണ്ട് ആയിട്ടുണ്ടായുള്ളൂ. ഫുഡില്ല, ജസ്റ്റ് റൂം മാത്രമേ ഉള്ളൂ. നല്ല റൂമായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ റൂമാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു. ഇതുപോലെ ഇതാണ് റെസിഡൻസ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ ആ ഹോട്ടലിൽ തന്നെ ഇതുപോലെ 2 വീലർ എടുക്കാൻ പറ്റുമായിരുന്നു റെൻറ്റിന്. അവരുടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കൂട്ടി പോലത്തെ ഒരു വണ്ടിയാണ് എടുത്തത്. മൈസ്ട്രോ അങ്ങനെ ഏതോ ഒരു വണ്ടിയായിരുന്നു എടുത്തായിരുന്നത്. പെർ ഡേ 200 റുപ്പീസോ 300 റുപ്പീസ് അങ്ങനെ എന്തോ ഉണ്ടാവുള്ളൂ പെർ ഡേ. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്യൂവലൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇത് നമ്മൾ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോണ വഴികളാണ് ഈ കാണിക്കുന്നത്. വൈറ്റ് ടൗണിൽ നിന്ന് തന്നെ ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ ഇതാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല അത്യാവശ്യം ഈ പോകുന്ന വഴിയൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഓപ്പൺ ആയിരുന്നു അവിടെ. അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് തോന്നണു. പിന്നെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. റോഡിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഏകദേശം ഈ ബ്രോഡ്വേയിലൊക്കെ നമ്മൾ പോവില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗാണ് പോകുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ആരും ഹെൽമെറ്റൊന്നും വെക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഹെൽമെറ്റൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും വണ്ടി ഓടിക്കേണ്ടത് 2 വീലറിന്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നമുക്കിത് എത്താറായിട്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നല്ല അത്യാവശ്യം തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഫിഷോറൻ്റ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൊക്കെ എഴുതി, നമ്മൾ എത്ര പേരുണ്ടെന്നൊക്കെ എഴുതിയാലാണ് അവർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തരണം കേട്ടോ. ഞങ്ങൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ സീറ്റ് ഒഴിവ് വന്നപ്പോൾ ഞങ്ങളവിടെ കയറി ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഞങ്ങൾ ഒരു സീ ഫുഡിൻ്റെ പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അതിനകത്ത് അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 600-700 റേഞ്ചിലൊരു പ്ലാറ്ററായിരുന്നു. ഒരു റൈസ്, പിന്നെ ഒരു ചപ്പാത്തി അല്ല വേറൊരു ഹുക്കാന്ന് അങ്ങനെ എന്ത് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഈ ഒരു പ്രൈസിൽ കിട്ടിയുള്ളൂ കേട്ടോ. മിനി പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. ഇതുപോലെ ബോയിൽഡ് എഗ്ഗ് 2 എണ്ണം, പിന്നെ ഇങ്ങനത്തെ 3 ഫിഷ് ഐറ്റംസ് വറുത്തത്, ഒരു ചിക്കൻ കറി, പിന്നെ ഇച്ചിരി റൈസ്, പിന്നെ ഈ പറഞ്ഞ ഹുക്കാന്ന് പറയുന്ന ഒരു ചപ്പാത്തി പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു ഇളനീർ പായസം ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളുണ്ടായുള്ളൂ. ഞാൻ ഈ ഹുക്കയാണ് കഴിച്ച. റൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഈ സീ ഫുഡ് ഐറ്റംസ് ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഈ ചെമ്മീൻ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ഈ ചിക്കൻ കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഇലകളൊക്കെ ഇട്ടൊരു സാമ്പാർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.